Good morning, all. Today we are going to learn 9th Standard Geography, Chapter 4, മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ആണല്ലോ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരോഗ്യത്തെ കുറിച്ചാണ്. ഈ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അതായത് എന്താണ് ആരോഗ്യം, അല്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ആരോഗ്യക്ഷമത ഒരു വ്യക്തിക്ക് കുറയുന്നത് വ്യക്തിയെയും അദ്ദേഹത്തിന്റെ രാജ്യ പുരോഗതിയെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്നാണ്. അതായത് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതായത് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യം വരും ആരോഗ്യം നല്ല രീതിയിലല്ല എങ്കിൽ. അതായത് അതിൽ എന്തൊക്കെയാണ് ഒരു വ്യക്തിയെയും രാജ്യ പുരോഗതി എങ്ങനെയെല്ലാമാണ് ആരോഗ്യക്ഷമത ബാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആരോഗ്യക്ഷമത കുറയുന്നത്. ഓക്കെ, അതായത് ഉൽപാദനക്ഷമത കുറയുന്നു, അതുപോലെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്നു, ഉൽപാദനം കുറയുന്നു. ഇതൊക്കെയാണ് ആരോഗ്യക്ഷമത കുറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്നത്, അതുപോലെ ഈ വ്യക്തിക്കും രാജ്യത്തിനും. ഓക്കെ, വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതോടൊപ്പം രാജ്യ പുരോഗതി കൈവരിക്കുന്നതിന് ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ജനങ്ങളുടെ ഉൽപാദനക്ഷമതയിലും അതുപോലെ ഗുണനിലവാരത്തിലും സ്വാധീനം ചെലുത്തി മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൽ അടിസ്ഥാനപരമായ പങ്കുവഹിക്കുന്ന പ്രധാന ഘടകമാണ് ആരോഗ്യ പരിപാലനം. അപ്പോൾ നമ്മുടെ മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിന് അടിസ്ഥാനപരമായ പങ്കുവഹിക്കുന്ന പ്രധാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആരോഗ്യ പരിപാലനം എന്ന് ഓർത്തു വെക്കുക. എന്തൊക്കെയാണ് മാനവ വിഭവത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ആരോഗ്യ പരിപാലന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് രോഗപ്രതിരോധ സംവിധാനങ്ങൾ എന്ത് ചെയ്യണം? കാര്യക്ഷമമാക്കണം. ശുചിത്വ പരിപാലനത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ മതിയായ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുക. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക. വിനോദവും വിശ്രമവും ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്കറിയാം നമ്മുടെ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്. അതായത് പൊതുമേഖലയിലെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളാണ് ഏതൊക്കെയാണ്? ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ, അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, അതുപോലെ ജില്ലാ ആശുപത്രികൾ, അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയവ. ഇതെല്ലാം ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇതോടൊപ്പം തന്നെ ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, ഹോമിയോപ്പതി തുടങ്ങിയ വിവിധ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന നിരവധി സ്ഥാപനങ്ങളും നമ്മുടെ വിവിധ മേഖലകളിലായി പ്രവർത്തിച്ചു വരുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലകൾ എന്ന ആരോഗ്യ പരിപാലനത്തിനുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ള പ്രധാന സ്ഥാപനങ്ങൾ എന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രതിരോധ ഔഷധങ്ങൾ ഉപയോഗിക്കാം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉപയോഗിക്കാം, രോഗം ഭേദമാക്കാനുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കാം, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സാക്ഷരതയുടെ പ്രചരണം, ശുദ്ധമായ കുടിവെള്ള വിതരണം, ശുചീകരണ നടപടികൾ എന്നിവ നടപ്പിലാക്കി വരികയാണ്. അതുപോലെ തന്നെ ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കേരളം ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു മാതൃകയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആരോഗ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് എന്താണ് കുടിയേറ്റം എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ കുടുംബങ്ങൾ, അതായത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഇവിടെ ഇരിക്കും മറ്റു വിദേശ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വിദേശ സംസ്ഥാനങ്ങളിലോ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെ. അതായത് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും അതുപോലെ ഉയർന്ന മറ്റു ജീവിത നിലവാരത്തിനൊക്കെ ആയിട്ടാണ് ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും പോകുന്നത് അല്ലെ. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ സ്ഥാപനത്തേക്കോ രാജ്യത്തേക്കോ വരികയോ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. ഇത്തരത്തിലൊരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ അതുപോലെ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ഇവിടെ കുടിയേറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് കുടിയേറ്റം? അതായത് ഒരു പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്തേക്ക് പാർക്കുന്നതിനെയാണ് എന്താ പറയുന്നത്? നമ്മുടെ കുടിയേറ്റം എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചിലവുകൾ വഹിക്കുക എന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ കുടിയേറ്റത്തിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചിലവുകൾ വഹിക്കുക, ഇതെല്ലാം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ആ പ്രദേശത്തെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്.
ലെറ്റ് us see അടുത്തത് തൊഴിൽ പരിശീലനം എന്താണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം ചില മേഖലകളിൽ തൊഴിൽ ലഭിക്കുന്നതിന് എന്താണ് ഓരോ നൈപുണ്യ വികസന പരിശീലന പരിപാടികൾ ആവശ്യമാണ് അല്ലെ. അതായത് ഇപ്പൊ ഡോക്ടർ, എഞ്ചിനീയർ, അതുപോലെ അധ്യാപകർ ആകുന്നവർക്കൊക്കെ എന്താണ് അതാത് മേഖലയുള്ള പരിശീലന കോഴ്സുകളുണ്ട് അല്ലെ. ടീച്ചിങ് കോഴ്സുകളുണ്ട്. ടീച്ചേഴ്സിനാണെങ്കിൽ ടീച്ചിങ് കോഴ്സുകൾ, അതായത് BEd, TTC മുതലായവ. ഡോക്ടേഴ്സിന്, എഞ്ചിനീയേഴ്സിന് അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ തൊഴിൽപരമായ പ്രാവീണ്യം അവർ നേടണം അല്ലെ. അതുപോലെ തന്നെ വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതാത് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, പല ഘട്ടങ്ങളിലായി ചില വർക്ക്ഷോപ്പുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അല്ലെ. തൊഴിൽ പരിശീലനം നേടുന്നതിന്, അതുപോലെ എങ്ങനെ അവരുടെ അതായത് ഇപ്പൊ ഒരു കമ്പനി ആണെങ്കിൽ, ഒരു പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ അവിടുത്തെ പ്രോഡക്റ്റുകളുടെ ഉത്പാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും, അതുവഴി എങ്ങനെ ഉയർന്ന ഉത്പാദനം സാധ്യമാക്കാം. ഇതെല്ലാം എന്ത് ചെയ്യും, തൊഴിൽ പരിശീലനം മുഖേന മനുഷ്യ മൂലധന രൂപീകരണത്തെ അതിന്റെ പാരമ്യതയിൽ എത്തിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് തൊഴിൽ പരിശീലനം. അടുത്തത് വിവര ലഭ്യത എന്ന് പറയുന്നത് എന്താണ്? അതായത് മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായിക്കുന്ന മറ്റൊരു അവിഭാജ്യ ഘടകമാണ് വിവര ലഭ്യത എന്ന് പറയുന്നത്. അതായത് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യം, തൊഴിൽ തുടങ്ങി വിവിധ മേഖലകളിലെ സേവനങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നു. അതുപോലെ തന്നെ വിവരശേഖരണം നടക്കുന്നതിന് ജനങ്ങളെ സഹായിക്കുന്ന തരത്തിൽ വിവര ലഭ്യത പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വിവര ലഭ്യത ഉറപ്പുവരുത്തി മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാക്കുന്നതിന് ഗവൺമെന്റ് ഇടപെടൽ വളരെയധികം അനിവാര്യമാണ്. അതാണ് വിവര ലഭ്യത. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചുവിട്ടാൽ മതി, നമുക്കിത് ആവശ്യമില്ല. അടുത്തത് മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ്? അതായത് ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാത്ത ഒരവസ്ഥ വരുന്നതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതായത് മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. കുറഞ്ഞ വരുമാനമാണ് മനുഷ്യനെ എന്തിലേക്ക് തള്ളിവിടുന്നത്? ദാരിദ്ര്യത്തിലേക്ക്. കുറഞ്ഞ വരുമാനം കാരണം മനുഷ്യന് വിദ്യാഭ്യാസം കിട്ടില്ല, ആരോഗ്യം നല്ലപോലെ നോക്കാൻ പറ്റത്തില്ല, അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റില്ല അല്ലെ. അപ്പോൾ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ മൂല്യധന രൂപീകരണം ഇത് ഭേദിച്ചാൽ, അതായത് ദാരിദ്ര്യം ഭേദിച്ചാൽ മാത്രമേ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തി നമുക്ക് മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? അതായത് മനുഷ്യ മൂലധന രൂപീകരണത്തിന് ആവശ്യമായ ഘടകങ്ങളാണ് ദാരിദ്ര്യം, കുറഞ്ഞ വരുമാനം, കുറഞ്ഞ വാങ്ങൽ ശേഷി, ഭക്ഷ്യ ദൗർലഭ്യം, പോഷകാഹാരക്കുറവ്, വിദ്യാഭ്യാസ പ്രാപ്തിയില്ലായ്മ, നിരന്തരമായ അസുഖങ്ങൾ, ഉയർന്ന ശിശുമരണ നിരക്ക്, കുറഞ്ഞ ആയുർദൈർഘ്യം, ആശ്രിതരുടെ എണ്ണത്തിൽ വർധനവ്, കുറഞ്ഞ ഉൽപാദനക്ഷമത, ജോലി ചെയ്യാനുള്ള ശേഷിക്കുറവ്, ഇതെല്ലാം അതിന്റെ ഘടകങ്ങളാണ് എന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ മതിയായ വിദ്യാഭ്യാസവും ആരോഗ്യ സുരക്ഷയും നേടുന്നതിന് ദാരിദ്ര്യം എന്ത് ചെയ്യുന്നു? ഒരു വിലങ്ങുതടി തന്നെയാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്ന് മുക്തരാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ഇപ്പോൾ ഉണ്ട് അല്ലെ. വിവിധ പദ്ധതികൾ, നയങ്ങൾ, നിയമങ്ങൾ ഇതെല്ലാം കാലാനുസൃതമായി പരിഷ്കരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ മാതൃകാപരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അല്ലെ. നമുക്ക് ഏകദേശം നമ്മുടെ നാട്ടിലെ പൊതുവെ നമ്മുടെ കേരളത്തിന്റെ കാര്യം നോക്കണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. എങ്ങനെയൊക്കെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നമ്മുടെ മോദി സർക്കാർ എങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ നമുക്കറിയാം. അടുത്തത് എന്താണ് തൊഴിലില്ലായ്മ എന്ന് നമുക്ക് നോക്കാം. തൊഴിലില്ലായ്മയെ കുറിച്ച് ഇപ്പോൾ എല്ലാ ചെറുപ്പക്കാരും നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് എന്താണ്? തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അതായത് എന്താണ് തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വേതന നിരക്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള ആരോഗ്യവും കഴിവുമുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താനാവാത്ത അവസ്ഥയെയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അതായത് വിദ്യാഭ്യാസത്തിന് അവരുടെ ആഗ്രഹത്തിനും അനുസരിച്ചുള്ള തരത്തിലുള്ള തൊഴിലുകൾ ലഭിക്കാതെ വരുന്നത് മാനവ വിഭവശേഷിയെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കാറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ മൂലധനം രൂപീകരണത്തിന് മാനവ വിഭവശേഷിയെ പരമാവധി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് പലതരത്തിലുള്ള തൊഴിലില്ലായ്മ രാജ്യത്ത് നിലനിൽക്കുന്നത്? ഇവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രകടമായ തൊഴിലില്ലായ്മ, ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് അഥവാ തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥ. അതാണ് ഒന്നാമത്തെ കാര്യം. അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് ഘടനപരമായ തൊഴിലില്ലായ്മ അഥവാ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് അഥവാ നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ.
അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ കാലികമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സീസണൽ അൺഎംപ്ലോയ്മെന്റ് അഥവാ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? കാലികമായ തൊഴിലില്ലായ്മ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എത്ര തരത്തിലുണ്ട്? ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ്, ഡിസ്ഗസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ 4 രീതിയിലുണ്ട്. ഇതില് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അതായത് ഉൽപാദന പ്രവർത്തനത്തിലെ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിൽ മനുഷ്യ മൂലധന രൂപീകരണത്തിന്റെ പങ്ക് വളരെ വലുതാണ് അല്ലെ. അപ്പോൾ മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത മുതലായവയാണ്. അതുകൊണ്ട് ഇനി ഈ മേഖലകളിലേക്ക് വേണ്ടത്ര ശ്രദ്ധയും പരിഗണനയും നൽകുക എന്ന സർക്കാരുകളുടെ പ്രധാന കർത്തവ്യമാണ്. അനുയോജ്യമായ പദ്ധതികളിലൂടെയും കൃത്യമായ ആസൂത്രണങ്ങളിലൂടെയും മാനവ വിഭവശേഷിയെ പരമാവധി വിനിയോഗിച്ച് മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാക്കുക വഴി രാഷ്ട്ര പുരോഗതി കൈവരിക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം അതായത് എന്താണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത മുതലായവയെല്ലാം മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാക്കുക വഴി നമ്മുടെ രാഷ്ട്രീയ പുരോഗതിയും കൂടി കൈവരിക്കാൻ കഴിയുമെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഓക്കെ, അടുത്തത് ഭാരതത്തിന്റെ ഭരണഘടന എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ അതൊക്കെ വായിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന വെല്ലുവിളികൾ പഠിച്ചു, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു എന്തൊക്കെയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, അതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ അതുപോലെ നമ്മൾ ആദ്യം പഠിച്ച മാനവ വിഭവം എന്താണ്, സാമ്പത്തിക വിഭവം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുകയാണ്. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽ പ്ലീസ്. Like, share and subscribe. Okay, thank you. See you tomorrow. Okay.